ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ട്രാവലിനെ കുറിച്ചാണ്. ടൈം ട്രാവൽ സാധ്യമാണോ, എങ്ങനെ സാധ്യമാക്കാം, ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിഷയം. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വീഡിയോ തുടരെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടൈം ട്രാവൽ സാധ്യമാണോ എന്ന ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം തീർച്ചയായിട്ടും സാധ്യമാണ്. ഇനി എങ്ങനെ അത് നടപ്പിലാക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ അടുപ്പിച്ചുള്ള ഒരു സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു വസ്തുവിനെ കാണണമെങ്കിൽ നമുക്ക് ലൈറ്റ് ആ ബിംബത്തിലേക്ക് അടിച്ചതിന് ശേഷം അത് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ വസ്തുവിനെ കാണാൻ കഴിയുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ഇതുപോലെ തന്നെ നമ്മുടെ കണ്ണിലെത്താൻ 8 മിനിറ്റും 20 സെക്കൻഡും എടുക്കുന്നു. നമ്മുടെ കണ്ണിൽ മാത്രമല്ല, ഭൂമിയിലെത്താൻ തന്നെ 8 മിനിറ്റും 20 സെക്കൻഡും എടുക്കുന്നു. അത്രത്തോളം ദൂരത്താണ് നമ്മൾ കാണുന്ന സൂര്യൻ ഇരിക്കുന്നത്. ഞാൻ സൂര്യൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെക്കാനാണ്. ഈ സൂര്യൻ്റെ കാര്യവും ലൈറ്റിൻ്റെ സ്പീഡിൻ്റെ കാര്യവും നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത് ടൈം ട്രാവലിനെ കുറിച്ചാണ്. ടൈം ട്രാവൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പോകാൻ കഴിയുന്നത് ഫ്യൂച്ചറിലേക്കല്ല, പാസ്റ്റിലേക്കാണ്. അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് പാസ്റ്റിലോട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. പക്ഷെ പാസ്റ്റിലേക്ക് നമുക്ക് പോകാൻ കഴിയത്തില്ല, നമുക്ക് കാണാൻ മാത്രമേ ഈ പാസ്റ്റ് സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പാസ്റ്റ് കാണാൻ സാധിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് വലിയ തലവേദനയില്ലാതെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണമായിട്ട് ഇന്ന് 27/1/25 26/1/25 നമുക്ക് പാസ്റ്റ് കാണാനുള്ളതെന്ന് കരുതുക. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായി നമുക്ക് ആവശ്യം വരുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ സാധനം 9,46,080 കോടി കിലോമീറ്റർ ഒരു സെക്കൻഡിൽ പോകാൻ കഴിയുന്ന വാഹനം. രണ്ടാമതായി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ കഴിയുന്ന ഒരു ഫോൺ. മൂന്നാമതായി അങ്ങനെ പോയി നിന്ന് നോക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടൈം ട്രാവൽ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുക, എന്താണ് ഈ 9,46,080 കോടി കിലോമീറ്റർ? അത് ഞാൻ ഒന്ന് വിശദീകരിച്ചു തരാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ 3600 സെക്കൻഡുകൾ വരും. 3600 എന്ന് പറയുന്നത് ഒരു ദിവസം ആവുമ്പോൾ ഏകദേശം 86,400 സെക്കൻഡുകൾ വരും. ഈ 86,400 സെക്കൻഡുകളെ 3 ലക്ഷം കിലോമീറ്റർ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു സംഖ്യ കിട്ടുന്നത്. ഈ ഒരു സംഖ്യ എടുക്കുമ്പോഴാണ് നമുക്ക് അത്രയും ദൂരത്ത് പോയി നിന്ന് നമ്മൾ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തലേന്നത്തുള്ള ദിവസത്തെ കാര്യങ്ങൾ കാണാനും അങ്ങോട്ട് അതേ സമയം വിളിക്കാൻ കഴിയുന്ന ഒരു ഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നമുക്ക് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ ടൈം ട്രാവൽ ചെയ്ത് തിരുത്താൻ പറ്റുകയുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് വരാം, അങ്ങ് പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് തലേ ദിവസം കാണാൻ സാധിക്കുന്നത് എന്ന്. നമ്മൾ പോകുന്ന വാഹനത്തിൻ്റെ സ്പീഡെന്ന് പറയുന്നത് 9,46,080 കോടി കിലോമീറ്റർ per 1 സെക്കൻഡാണ്. നമുക്ക് പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 3 ലക്ഷം കിലോമീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ന് നടന്ന കാര്യം നമ്മൾ പറഞ്ഞ ദൂരത്തേക്കുള്ള ഒരു സ്ഥലത്ത് എത്തുവാൻ ഏകദേശം ഒരു ദിവസത്തെ സമയമെടുക്കും. പക്ഷേ നമ്മൾ പോയ വാഹനം 1 സെക്കൻഡ് സ്പീഡ് വാഹനമായതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ സെക്കൻഡിൽ അങ്ങ് എത്തുകയും നമുക്ക് തലേന്നുള്ള വീഡിയോ കാണാൻ സാധിക്കുകയാണ് ടൈം ട്രാവൽ വഴി സാധിച്ചത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് ടൈം ട്രാവൽ പാസ്റ്റിലോട്ട് സാധ്യമാവുകയുള്ളൂ. ഇനി നമുക്ക് ഫ്യൂച്ചറിലോട്ട് എങ്ങനെ ടൈം ട്രാവൽ ചെയ്യാമെന്ന് നോക്കാം. അതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ സൂര്യൻ, ഭൂമി, മറ്റ് എല്ലാ ഗ്രഹങ്ങളും മറ്റെല്ലാം തന്നെ
ഒരു വസ്തുവിൽ പൊങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ വസ്തുവിന്റെ പേരാണ് ഈ സമയം. അതായത് കടൽ വെള്ളത്തിൽ പ്ലാസ്റ്റിക്കുകൾ പൊങ്ങിക്കിടക്കുന്നതോ അത് തടി പൊങ്ങിക്കിടക്കുന്നത് പോലെ ഈ കിടക്കുന്ന ആ കടലിന് പകരം ഇത് ഭൂമിക്ക് ഇടയിലോട്ട് പോകുമ്പോഴത്തേക്കും കടലിന് പകരം നമ്മൾ പറയുന്ന വസ്തുവിന്റെ പേരാണ് സമയം. ആ സമയത്തിന്റെ പുറത്താണ് ഈ ഭൂമിയും മറ്റു ഉള്ള എല്ലാ സാധനങ്ങളും തന്നെ പൊങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയത്തിന് ഓരോ വസ്തുവിന്റെ വെയിറ്റിനനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. അങ്ങനെ വരുന്നതിന് വേണ്ടി നല്ലൊരു വലിപ്പം കൂടിയ വസ്തുവാണ് നമുക്കിവിടെ ആവശ്യം വരുന്നത്. എന്നാൽ മാത്രമേ സമയത്തിന് നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ഞുകട്ട കടലിനടിയിൽ മുങ്ങിക്കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കടലിന്റെ മുകളിൽ കാണാൻ സാധിക്കുന്നത് ചെറിയൊരു ഭാഗം മാത്രമായിരിക്കും. എന്നാൽ കടലിന്റെ അടിഭാഗത്തേക്ക് അത് വലിയ രീതിയിൽ തന്നെ താഴ്ന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെയാണ് ഒരു ചെറിയ മഞ്ഞുപാട് ഇടിച്ച് ടൈറ്റാനിക് മുങ്ങിയതൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഇതുപോലെ വലിയൊരു ആഴം കൂടിയ ഇതിലാണ് മഞ്ഞുപാടിയിലാണ് ഇടിച്ചാണ് ടൈറ്റാനിക് മുങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അപ്പോൾ സൂര്യന്റെ ഇരിക്കുന്ന ഭാഗത്ത് സമയത്തിന് വളവുണ്ടായിരിക്കും എന്ന്. ഒരിക്കലുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് നേരിയ ഒരു ചെറിയ അളവിൽ മാത്രമായിരിക്കും. അത് എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഭൂമിക്കും സൂര്യനും മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും തന്നെ ഉരുണ്ട രൂപമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൽ നമ്മളൊരു ഉരുണ്ട വസ്തുക്കളെല്ലാം അതിൽ ഒരു 75-80% വരെ അടിയിൽ താന്നു കിടക്കുകയും ബാക്കി ഒരു 10-20% മാത്രമേ പൊങ്ങിക്കിടക്കുന്ന രീതിയിലേ വരികയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലിരുത്തുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയ തിരുത്തുണ്ട്. നേരത്തെ ഞാൻ കടൽ വെള്ളം എന്നാണ് പറഞ്ഞത്. കടൽ വെള്ളത്തിന് പകരം നിങ്ങൾ ചിന്തിക്കേണ്ട വസ്തു ജെല്ല് വാട്ടറാണ്. ജെല്ല് വാട്ടർ, അതായത് നമ്മൾ ജെല്ല് മുട്ടായൊക്കെ ഉണ്ടല്ലോ, നമ്മളൊരു ഞെക്കുമ്പോൾ ഒരുമാതിരി വെള്ളം പോലെയും തോന്നുകയും എന്നാൽ അതിന്റെ ഖരാവസ്ഥ പോലെ തോന്നുകയും ചെയ്യുന്ന ആ ജെല്ലിന്റെ രൂപത്തിലാണ് സമയം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് അതിന്റെ വെയിറ്റിനനുസരിതമായി അത് താഴ്ന്ന് നിൽക്കുകയും മുകളിലോട്ടുള്ള വസ്തുക്കൾ അതിനനുസരിച്ചായിട്ട് മാറി വെയിറ്റിനനുസൃതമായി മാറി നിൽക്കുന്നു. ഈ ഒരു വേരിയേഷൻ വരുന്നത് കൊണ്ടാണ് സൂര്യനും ഭൂമിയും മറ്റു ഗ്രഹങ്ങളെല്ലാം ഒരേ ടൈം ലെവലിൽ കിടക്കുന്നത്. അതേ സമയത്ത് നമുക്ക് ടൈം ട്രാവൽ ചെയ്യുവാൻ വേണ്ടി കഴിയണമെങ്കിൽ ഇതിനെയും കാട്ടി വലിയ രൂപമുള്ള ഒരു വസ്തു നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്ന പ്രപഞ്ചത്തിൽ കാണാൻ കഴിയുന്ന ഒരു വസ്തുവാണ് ബ്ലാക്ക് ഹോൾ. അതിന് വന്നിട്ട് റൗണ്ട് ഷേപ്പുമല്ല, വലിയൊരു രീതിയിലുള്ള വലിപ്പവും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ടൈം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് ബ്ലാക്ക് ഹോൾ. ബ്ലാക്ക് ഹോൾ നമുക്ക് ഒരു സ്ഥലത്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ഹോൾ ഉള്ള ഭാഗത്തേക്ക് ടൈം ചരിയപ്പെടുന്നു. അതായത് ആ ബ്ലാക്ക് ഹോളിന്റെ വെയിറ്റ് അതിനനുസരിച്ച് അത് സമയം വളയ്ക്കപ്പെടുന്നു. അങ്ങനെ വളയ്ക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ടൈം ട്രാവൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അവിടെ നമുക്ക് മാറി നിൽക്കുന്നത് വഴി ഒരു സെക്കൻഡ് മുതൽ വർഷങ്ങളോളം നമുക്ക് ടൈം ട്രാവൽ ചെയ്യുവാൻ സാധിക്കുന്നത്. അതിന് നമുക്ക് ആവശ്യമായ ടൈം ലെവലിൽ നമ്മൾ നിൽക്കേണ്ടതാണെന്ന് മാത്രം. ഈ ഒരു മാർഗത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിലോട്ട് ടൈം ട്രാവൽ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വഴിയിലാണ് നമുക്ക് ഫ്യൂച്ചറിലോട്ടും പാസ്റ്റിലോട്ടും ടൈം ട്രാവൽ ചെയ്യുവാൻ സാധിക്കുന്നത്. അപ്പോൾ ശരി, ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതിന് വേണ്ടി വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, നന്ദി, നമസ്കാരം.